സർ ഡങ്കൻ എഗ്ഗിനെ ആദ്യമായി കാണുന്നത് എവിടെയാ? ആ സത്രത്തിൽ വെച്ചല്ലേ? ആഷ്ഫോർഡിലേക്കുള്ള യാത്രക്കിടെ നമ്മുടെ നായകന്മാർ തമ്മിൽ കാണുന്ന ഈ ഒരു രംഗത്തിൽ ചില ചെറിയ മാറ്റങ്ങളുണ്ട്. നോവലിലേക്ക് വരുമ്പോൾ ഇരുവരും തമ്മിലുള്ള ഡയലോഗുകൾ പുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബുക്കിൽ ഡങ്കൻ എഗ്ഗിനെ ആദ്യമായി കാണുന്നത് അവനൊരു പുഴവക്കത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഷോയിൽ അത് മാറ്റിയിട്ടുണ്ട്. കൂടാതെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലേലും എഗ്ഗിനെ ഡങ്ക് തൻ്റെ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന കണ്ടുപിടിക്കുന്ന സമയമില്ലേ, അപ്പോൾ ഡങ്ക് അവനെ വിരട്ടിക്കൊണ്ട് വായടച്ചു പിടിക്കാൻ പറയുമ്പോൾ വായടച്ചു പിടിച്ച പിന്നെ എങ്ങനെ മറുപടി പറയും എന്ന് എഗ്ഗ് ചോദിക്കുന്നതായിട്ടുള്ള ചില ഫണ്ണി മൗണ്ട്സ് ഒക്കെ ഷോയിൽ ഒഴിവാക്കപ്പെട്ടു. സീരീസിൽ ആഷ്ഫോർഡിലെ സ്റ്റുവാർഡായ പ്ലമ്മർ ഡങ്കിനോട് ടോർണിയിൽ തങ്ങളുടെ കൂടെ കള്ളക്കളിക്ക് കൂടെ നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് പകരമായി പ്രതിഫലം നൽകാമെന്നൊക്കെ അയാൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഡങ്കൻ അത് ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് മനസ്സിലോടെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതായി കാട്ടുന്നുണ്ട്. ലോർഡ് ആഷ്ഫോർഡിന്റെ മകനെ ചാലഞ്ച് ചെയ്ത് ഇതിനിടയിൽ കൂടി വാതുവെപ്പ് നടത്തി പണം അടിച്ചെടുക്കാനുള്ള സൂത്രത്തിലാണ് പ്ലമ്മർ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു പ്ലോട്ട് പുസ്തകത്തിൽ എവിടെയുമില്ല. ഷോയിൽ ഇത് എന്തിനാണ് ചേർത്തതെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഡങ്കൻ എന്തായാലും ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ ഒരു ഫില്ലർ മൊമെന്റ് എന്ന പോലെ ആഡ് ചെയ്തതാവും. Trial by combat.